ഒരു കുപ്പിയുടെ അടപ്പ് തുറക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ രണ്ട് കൈകൾക്കും അത് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. സിവിയർ പെയിൻ ഫോർ ബോത്ത് ഹാൻഡ്സ്. ഒരു അടപ്പിങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റാത്ത വേദന. ഏതാണ്ട് 2020 മാർച്ചിലാണ് സംഭവം. എനിക്ക് ധാരാളം ഫിഷ് ടാങ്കുകൾ ഉണ്ടായിരുന്നൊരു സമയം. 3 റാക്കുകളായിട്ടാണ് ടാങ്കുകൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ ടാങ്കിലുള്ള ഫിഷുകളുടെ കളിയൊക്കെ കണ്ട് ഞാനിങ്ങനെ നമ്മൾ ഈ ഇന്ത്യൻ ക്ലോസറ്റിലൊക്കെ ഇരിക്കുന്ന പോലെ കുത്തിയിരുന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അടുത്ത റൂമിലോട്ട് പോകാനായിട്ട് എണീറ്റു. അപ്പോൾ പെട്ടെന്ന് കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന പോലൊരു ഫീൽ. വിത്തിൻ സെക്കൻഡ്സ് ഞാൻ ബോധരഹിതനായിട്ടിങ്ങനെ നിലംപതിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കോൺഷ്യസ്നെസ് തിരിച്ചു വന്നു. ഞാൻ ചാടി എണീറ്റു. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, മാൻ, വാട്ട് ദ ഫക്ക് ഈസ് ഹാപ്പനിങ്? ഞാനത് ചോദിക്കാനൊരു റീസണുണ്ട്. വളരെ ചെറുപ്പകാലം മുതലേ വ്യായാമം എൻ്റെ ഒരു ശീലമായിരുന്നു. അതിനും ഒരു കാരണമുണ്ട്. ബിക്കോസ് ഞാൻ വളരെ ചെറുതായിരുന്നു. എൻ്റെ വലിയപ്പ എന്നെ വിളിക്കുന്നത് കൊച്ചു മനുഷ്യനായിരുന്നു. ചേട്ടൻ തമാശയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു വൈറ്റണി. ചെറുതാ, പിന്നെ ഒരു കൊച്ചു വയറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജാക്കി ചാൻ്റെയും ബ്രൂസ്ലിയുടെയൊക്കെ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ചൈനക്കാരൊക്കെ ഒരു ആളിച്ചിരി ചെറുതാണെങ്കിലും പണി അറിയാമെങ്കിൽ രക്ഷപ്പെടാമെന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പോകണം, ഈ മാർഷൽ ആർട്ട് എന്തെങ്കിലും. അപ്പോൾ അന്ന് ഏനാത്ത് മിഥുന ബാറിൻ്റെ മുകളിൽ ഈ ബാറുകളുടെയൊക്കെ മുകളിലുള്ള സ്ഥലമൊക്കെ അന്ന് ഇങ്ങനെയുള്ള ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. കൊല്ലത്തുള്ള സുധാകരൻ എന്ന് പറഞ്ഞൊരു മാസ്റ്റർ വന്നിട്ട് കുംഫു പഠിപ്പിക്കുമായിരുന്നു. അപ്പം ബേബിക്കുട്ടി, അതായത് എൻ്റെ അപ്പൻ എന്ത് സംഭവം പറഞ്ഞാലും അന്നേരം സെറ്റാക്കി തരും. കുംഫുവിന് വിട്ടു, അത് കഴിഞ്ഞ് കരാട്ടയ്ക്ക് വിട്ടു. എന്നാലും ഇപ്പോൾ ഇവിടെ നിന്ന് അടി വന്നു കഴിഞ്ഞാൽ പെടലി കറങ്ങും, അത് വേറെ കാര്യം. പക്ഷെ നമ്മളിതൊന്നും അടിക്കാനൊന്നും അല്ലല്ലോ നമ്മൾ ഈ മാർഷൽ ആർട്ടിൽ നിന്ന് പോകുന്നത്. ഒരു വ്യായാമ മുറ പഠിക്കുക, ഒരു ലൈഫിലൊരു ചിട്ട കൊണ്ടുവരാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ അന്ന് ഈ മാർഷൽ ആർട്ടിൻ്റെ അവിടെ ഒരു നല്ല മസിലൊക്കെ ഉള്ളൊരു പുള്ളി വന്നു. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പുള്ളി ജിമ്മ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കന്ന് ജിമ്മിൽ പോകാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. അന്ന് നമ്മുടെ അവിടെ നിന്ന് ജിമ്മിൽ കൊട്ടാരക്കര ഒരു ജിമ്മുള്ളത് ആകാശ് ബാറിൻ്റെ അവിടുത്തെ ബൗൺസേഴ്സ്, അത് ഗുണ്ടകൾക്കൊക്കെ ചെയ്യാനുള്ളൊരു ചെറിയൊരു കോഴി ഷെഡ് പോലത്തെ ഒരു സെറ്റപ്പ്, അതെല്ലാം തുരുമ്പ് പിടിച്ച മെഷീനുകൾ. അപ്പം നമുക്ക് ചെറിയ 10ാം ക്ലാസ്സിന് മുമ്പൊക്കെ അവിടെ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 10ാം ക്ലാസ് ആയി എനിക്ക് ജിമ്മിൽ പോകണം. അപ്പോൾ അതുവരെ എനിക്ക് അപ്പനാണെങ്കിൽ എൻ്റെ പെയിൻറ്റിൻ്റെ പാട്ടയ്ക്കകത്ത് സിമെൻറ്റൊക്കെ നിറച്ച് പൈപ്പൊക്കെ ഇട്ട് ഡംബിൾസ് ഉണ്ടാക്കി തന്നു. അപ്പോൾ അതിനൊരു സിമിട്രി ഇല്ല. വെയിറ്റൊക്കെ കറക്റ്റാണ്, പക്ഷെ നമുക്ക് ആ ഒരു മൈൻഡിനൊരു സുഖം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വലിയ വെയിറ്റ് ചെയ്താലേ മസിലൊക്കെ വരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആകാശ് ജിമ്മിൽ പോയി കൊട്ടാരക്കര. അപ്പോൾ അവിടെ അത്യാവശ്യം എല്ലാവരും വരുന്നു. അവിടെ ഒരു പ്രത്യേകിച്ചൊരു ഇൻസ്ട്രക്ഷനൊന്നും ഇല്ലല്ലോ. എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക, എന്നിട്ട് അതേപോലെ ചെയ്യുക. പിന്നെ ഇൻഫർമേഷൻ കിട്ടാൻ വേറെ വഴികളൊന്നുമില്ല. ജിമ്മെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആളുകൾക്ക് വലിയ ധാരണയില്ല. അപ്പോൾ ആശാന്മാരായിട്ടുള്ള നേരത്തെ ചെയ്യുന്ന ആളുകൾ എന്താണോ ചെയ്യുന്നത്, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് കോപ്പി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുത്തൂർ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത്, ഞാൻ +2 പോകുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ജിമ്മുകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ സെറ്റപ്പ്. അതായത് ഈ പുത്തൂർ ജിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുന്ന മനോജ് എന്ന് പറഞ്ഞ പുള്ളി കുന്നിക്കോട് നിന്ന് പുത്തൂർ വരണം. ഇറ്റ്സ് എ ലോങ് ട്രാവൽ. അപ്പം അവിടെ ഒരു മേശ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മളിങ്ങനെ എല്ലാ മാസത്തെയും പൈസ 100 രൂപ നമ്മളത് പൊതിഞ്ഞ ആളുടെ പേരെഴുതി ആ മേശയ്ക്കകത്തിടും. പുള്ളി മാസത്തിലൊരിക്കൽ വന്ന് ആ പൈസ കളക്ട് ചെയ്തുകൊണ്ട് പോകും. അതായിരുന്നു അതിൻ്റെ സിസ്റ്റം. നിങ്ങൾ ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ വീഡിയോ കേൾക്കണം. ബിക്കോസ് നിങ്ങൾ ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ, അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ കാണും എന്നുള്ള കാര്യം ഇറ്റ്സ് ഷുവർ. ബിക്കോസ് കഴിഞ്ഞ മാർച്ചിൽ എനിക്ക് 40 വയസ്സായി. ലൈഫിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് കടന്ന ഒരു നിമിഷമാണ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് 55 കിലോ, എനിക്ക് ആ വെയിറ്റ് ഓർമ്മയുണ്ട്, 55 kg. അപ്പോൾ ഈ പുത്തൂർ ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്, ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് എല്ലാവരും പറയും. അപ്പം ആ ഒരു വളർച്ചയുടെ ഒരു ഘട്ടം, പിന്നെ പ്ലസ് ഈ ഹൈ കാലറി പ്രോട്ടീൻ ഫുഡ്, ഒരു ഗ്രോത്ത് സ്പർട്ടായിരുന്നു. കയ്യിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് മാർക്കുകൾ. അപ്പോൾ ജിമ്മിലുള്ളവരൊക്കെ പറഞ്ഞ് ഇവനെന്തോ മരുന്നടിച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഞാൻ മരുന്നടിക്കും. എനിക്കത് മരുന്നടിക്കാനെന്ന് ആരെയും അറിയത്തില്ല, അല്ലെങ്കിൽ അത്ര പ്രൊഫഷണലായിട്ട് ബോഡി ബിൽഡിങ്ങിലുള്ളവർക്കേ അറിയത്തുള്ളൂ സ്റ്റിറോയിഡുകളെ പറ്റി. വേറെ ആർക്കും അത്ര ധാരണയില്ല. അന്ന് ജിമ്മ് ചെയ്യണമെങ്കിൽ ലെങ്കോട്ടി കെട്ടണോ വേണ്ടായോ എന്ന് തർക്കം നടക്കുന്ന സമയം. എന്നെ കൊണ്ട് ലെങ്കോട്ടി തയ്പ്പിച്ച ആളുകൾ വരെ ഉണ്ട്. എൻ്റെ ലെങ്കോട്ടി എലി അടിച്ചു പോയി.
ഇപ്പോൾ ഈ കുളക്കടയിൽ 2 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ജിമ്മ് തുടങ്ങി. അവർ രണ്ടുപേരും ഇപ്പോൾ ജീവിതത്തിൻ്റെ വളരെ ഉയർന്ന നിലകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ജിമ്മ് തുടങ്ങിയിട്ടല്ല, പഠിച്ച് ജോലി മേടിച്ച് അങ്ങനെ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ജിജോയ്ക്ക് ഇൻസ്ട്രക്ടറായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവിടെ ഞാൻ അന്നേരം +2 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഡിഗ്രിക്ക് എന്തെങ്കിലും അവിടെ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് ഞാൻ അവൈലബിൾ. എന്നോട് ചോദിച്ചിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാം, എനിക്ക് പണി അറിയാം, പക്ഷേ എനിക്ക് സയൻറ്റിഫിക്കലി ഒന്നും പഠിച്ചിട്ടില്ല, സയൻറ്റിഫിക്കലി ഒന്നും അറിയത്തില്ല ഇതിൻ്റെ. പിന്നെ ഒരു കോഴ്സൊന്നും ഇല്ല അന്ന്. എന്ത് കോഴ്സാണ്? ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറിൻ്റെ ഒരു കോഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കയറി. അപ്പോൾ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ വരും, കൊച്ചുകുട്ടികൾ മുതൽ നല്ല പ്രായമുള്ള ആളുകൾ വരെ. അപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു, നമ്മൾ കാരണം ആരുടെയും നടുവുളുക്കരുത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ എക്സസൈസുകൾ കൊടുക്കത്തുള്ളായിരുന്നു. ആരെയും ഓവർ സ്ട്രെസ് അന്ന് ചെയ്യിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ പണ്ടൊരു സിസ്റ്റം ഉണ്ട്, ജിമ്മിൽ വരുന്നവരെ കൊണ്ട് മാക്സിമം അടിപ്പിക്കും, പിറ്റേന്ന് അവൻ്റെ കൈ പൊങ്ങത്തില്ല, ഈ 2 സൈഡിലും ഭയങ്കര പെയിൻ ആയിരിക്കും. ആ രീതിയിൽ ചെയ്യുന്നൊരു അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മറ്റ് പല ജിമ്മുകളിലും പോയിട്ടുണ്ടായിട്ട് അവിടെ നിന്നൊക്കെ ശരിക്കും പ്രാക്ടിക്കൽ നോളജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്നേരവും നമുക്കറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, എന്താണ് പ്രോപ്പർ ഡയറ്റ് എന്നുള്ളത്. ബിക്കോസ് ഗൂഗിളില്ല, പിന്നെ മാഗസിനുകളൊന്നുമില്ല വായിക്കാൻ. ആകെയുള്ളത് റോണി കോൾമാൻ്റെ പമ്പിങ് അർണോൾഡിൻ്റെ. അപ്പോൾ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ എക്സസൈസ്, പിന്നെ ഇവർ കുറേ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ മസിൽ ആൻഡ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മാഗസിനുകളൊക്കെ 1-2 കിട്ടിയതിനകത്തൊന്നും എല്ലാം ആനബോളിക് സ്റ്റിറോയിഡ് എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ ഡയറ്റ് അല്ലല്ലോ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ബോഡി ബിൽഡറിൻ്റെ ഡയറ്റ്. പിന്നെ VM ബഷീർ എന്ന് പറഞ്ഞ മിസ്റ്റർ സൗത്ത് ഏഷ്യ ഇറക്കുന്ന ഒരു ബോഡി ബിൽഡർ എന്ന് പറഞ്ഞൊരു മാഗസിൻ മലയാളത്തിൽ, അതിലും എക്സസൈസുകളെ പറ്റിയൊക്കെ നല്ലപോലെ പറയും. പക്ഷേ എന്ത് തരം ഡയറ്റാണെന്നുള്ള, എത്ര ഗ്രാം പ്രോട്ടീൻ എടുക്കണം, എത്ര കാലറിയാണ് ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ടതെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല അതിനെപ്പറ്റി. ആ ഒരു സാധനം ഏതാണ്ട് ഒരു ഈ വളരെ അടുത്ത കാലം വരെ എനിക്ക് ഡയറ്റിനെ പറ്റി ഞാനൊരു കോഴ്സ് ന്യൂട്രീഷൻ ആൻഡ് ഫിറ്റ്നസ്സിലൊരു കോഴ്സ് ചെയ്ത് അതിനോടൊപ്പം തന്നെ പിന്നെ ഇപ്പം ദർ ഈസ് ലോട്ട് ഓഫ് ഡാറ്റ അവൈലബിൾ ഓൺലൈൻ. ആർക്കും എന്ത് പഠിക്കാൻ പറ്റുന്നൊരു അവസരമാണ് ഇന്നുള്ളത്. മേ ബി അത് അത്ര ഉണ്ടായിട്ട് പോലും ആളുകൾ അത് ഇപ്പോഴും ഈ പറയുന്ന ബേസിക്കുകൾ പോലും അറിയാതാണ് പലരും ജിമ്മിൽ വരുന്നത്, എക്സസൈസ് ചെയ്യുന്നത്. 2011 വരെ ആ ജിമ്മിലെ എക്സ്പീരിയൻസ്. അതിനുശേഷം ഞാനിവിടെ ഖത്തറിൽ വന്നു, ഒരു കമ്പനിയിൽ HR കോർഡിനേറ്ററായിട്ട് കയറി. ഇപ്പോൾ ഞാൻ ആ കമ്പനിയിൽ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ 2011 മുതൽ 2015-16 വരെയൊക്കെ എക്സസൈസ് ചെയ്യും, പക്ഷേ ഓൺ ആൻഡ് ഓഫ്. ഇടയ്ക്ക് ചെയ്യും, പിന്നെ കുറേ മേ ബി ഒരു 6 മാസം ചെയ്യത്തില്ല. ഗെയിമിങ്, പിന്നെ ലൈഫിൻ്റെ ഫാമിലി. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ 24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച വ്യക്തിയാണ്. അപ്പോൾ ഫാമിലി ഉണ്ട്, മോള്, ടോട്ടൽ ലേസി ആയിട്ടുള്ള ലൈഫ്. പിന്നെ എക്സസൈസിനൊപ്പം പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൻ്റെ ഫോക്കസ് പോയി. മൈൻഡിൻ്റെ ഫോക്കസ് പോയതുകൊണ്ടാണ് എൻ്റെ ഈ എക്സസൈസ് നഷ്ടമായതെന്ന് എനിക്ക് മനസ്സിലായത് വളരെ റീസെൻ്റ്ലിയാണ്. ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത 2 പാർട്ട്നേഴ്സിൽ ഒരാൾ എനിക്ക് ആദ്യമായിട്ടൊരു ബുക്ക് തന്നു, ശക്തി ഗാവേൻ്റെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. അതായത് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു സോളിഡ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളതിനെ ഇമാജിൻ ചെയ്ത ശേഷം അത് കിട്ടുന്ന ഒരു വിദ്യ. അത് ലോട്ടറി അടിപ്പിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലോട്ടറി ഒന്നും അടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ, അതിപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നടക്കും, കുറച്ച് കാര്യങ്ങൾ നടക്കത്തില്ല. പക്ഷെ നമ്മളതിന് സ്പെസിഫിക് ആയിട്ടൊരു ഗോൾ കൊടുക്കുന്ന സമയത്ത് അത് മേ ബി 2 രീതിയിൽ പറയാം. വെൻ യു റിയലി വോണ്ട് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് കൺസ്പേഴ്സ് ഫോർ ഇറ്റ് എന്ന് പോളോ കൊയ്ലോ പറഞ്ഞ പോലെ നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, നമ്മളതിൻ്റെ ചരട് വലികൾ നമ്മൾ നടത്തും, അങ്ങനെ ആയിരിക്കും നമുക്കത് കിട്ടുന്നത്. പക്ഷെ എന്തായാലും സാധനം വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ആ സമയത്ത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഞാൻ അന്ന് റേക്കി, അതായത് അന്ന് സ്യൂഡോ സയൻസിൻ്റെ ഒരു സൈഡിലോട്ട് പോകുന്നതാണ്. നമുക്ക് അറിയത്തില്ല സയൻസ് എന്താണ്, സ്യൂഡോ സയൻസ് എന്താണെന്ന് അറിയത്തില്ല. റേക്കിയുടെ ഒക്കെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൈ കൂടെ എനർജി വരുന്നുണ്ടെന്നൊക്കെ വിചാരിച്ച എനർജി വരുന്നുണ്ട്. സത്യം എനിക്കറിയത്തില്ല. സത്യം ഇപ്പം എനിക്കറിയാം, ഇറ്റ് വാസ് ജസ്റ്റ് എ ഫീലിംഗ്. അന്ന് ഈ പ്രേതമുണ്ടോ ഭൂതമുണ്ടോ ഇതെല്ലാം ഞാൻ പോയി ചെക്ക് ചെയ്യും. ബിക്കോസ് എനിക്ക് അറിയണം ഈ സാധനം. സെമിത്തേരി പോകണമെന്ന് പറഞ്ഞാൽ സെമിത്തേരി പോകും. എനിക്ക് 2 സാധനങ്ങളെ അന്ന് പേടിയുള്ളൂ. ഒന്ന് ഇഴജന്തുക്കളെ, ബിക്കോസ് കടിക്കുമെന്നുള്ള പേടി, പിന്നെ വല്ല മനുഷ്യരെ കാണാൻ അവിടെ ഇരുന്ന് പിടിച്ച് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. പരമഹംസ യോഗാനന്ദൻ്റെ ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറഞ്ഞ ബുക്ക്, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ബുക്ക്. അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ മെഡിറ്റേഷനുകളെ പറ്റിയും അതീന്ദ്രിയ ജ്ഞാനത്തെ പറ്റിയും അത്ഭുത സിദ്ധികളെ പറ്റിയൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എനിക്ക്
ഈ സംഭവം അച്ചീവ് ചെയ്യണം. ബിക്കോസ് ചെറിയ പ്രായമാകുന്നല്ലോ, ഫോക്കസാണ്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതൊരു സൈഡിൽ, അത് ഹെൽത്തായി. അപ്പം മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണെന്ന് എനിക്കന്ന് എങ്ങനെയോ തോന്നി. അങ്ങനെ ഈ മെഡിറ്റേഷനിലോട്ടൊക്കെ വന്നു. പിന്നെ അവിടെ നിന്നൊരു നല്ലൊരു ഗ്രോത്ത് ഫേസ് ആയിരുന്നു. അതായത് ഞാൻ ഈ പരമഹംസ യോഗാനന്ദൻ്റെ ഒരു ആശ്രമമുണ്ട്, YSS, യോഗത സത്സംഗ സൊസൈറ്റി. അപ്പോൾ അവർക്കൊരു അതിനൊരു മെയിൽ അയച്ചപ്പോഴത്തേക്ക് അവരിങ്ങനെ ഇഷ്ടംപോലെ അതിൻ്റെ സ്റ്റഡീസ്, വളരെ നല്ല സ്റ്റഡീസ്, അതായത് അവർ കുറച്ച് സയൻസും സ്പിരിച്വാലിറ്റി എല്ലാം അവിടെ മിക്സ് ചെയ്ത് എഴുതുന്ന, എല്ലാ മതങ്ങളിലെയും നല്ല സൈഡ് കാണുന്ന ഒരു ചെറിയ പിക്കിങ് പോലത്തെ ഒരു സെറ്റപ്പ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ MBAക്ക് ആലുവയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മെഡിറ്റേഷൻ രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് 2 കട്ടയൊക്കെ വെച്ച് കമ്പിളിയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലിരുന്ന് മെഡിറ്റേഷൻ. പിന്നെ അവരുടെ മറ്റേ തപസ് ചെയ്യുന്ന വടിയൊക്കെ ഉണ്ട്, ഞാൻ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ സംഭവം ചെയ്യുമായിരുന്നു. അന്ന് ലൈഫ് ഇസ് വെരി സ്മൂത്ത്. എന്ത് സാധനം ആഗ്രഹിച്ചാലും അന്നേരം കിട്ടും. അത് പൈസ ഒന്നും ഉണ്ടായിട്ടല്ല, ബേബിക്കുട്ടി ഒരു ലൈൻമാനായിരുന്നു, അപ്പം പണക്കാരൊന്നുമല്ല, വളരെ വളരെ സ്ട്രഗിളൊന്നുമല്ല. അത്യാവശ്യം നമ്മൾ ഒത്തിരി ഒന്നും ആഗ്രഹിക്കത്തില്ല, ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. ആ ഒരു സെറ്റപ്പ്. ഒരു എൻ്റർപ്രണർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അന്ന് വായിക്കുന്ന റിച്ച് ഡാഡ് പൂർ ഡാഡ്, റോബിൻ ശർമ്മയുടെ ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി. അപ്പോൾ അതിൻ്റെ ആ 2 സൈഡും ഉണ്ട്. ഒരു സൈഡിൽ ജീവിതത്തിൽ വളരെ രക്ഷപ്പെടണം, ഒരു സൈഡിൽ കുറച്ച് മൈൻഡിന് സമാധാനം, മനസ്സമാധാനം വേണം എന്നുള്ളൊരു ചിന്തയും. അപ്പോൾ അതിനുശേഷം ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജോലി കിട്ടുന്നിടം വരെ ഈ സാധനം കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ശമ്പളമൊക്കെ ആയി, സ്ലോലി ലൈഫൊന്ന് ഇതായപ്പോഴത്തേക്ക് ഈ മെഡിറ്റേഷൻ അങ്ങ് വിട്ടു. ഹെൽത്ത് പിന്നെയും കുറേയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ. അപ്പോൾ ഈ മൈൻഡ് പോയപ്പോഴാണ് ഈ എക്സസൈസ് പോയത്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ റീസെൻ്റ്ലി ഞാൻ പറഞ്ഞു 2020 വരെ ഇവിടെ നല്ല ഫുഡല്ലേ, നല്ല മന്തി, ബിരിയാണി, പിന്നെ പോരാത്തതിന് ഭയങ്കര മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് എൻ്റെ വെയിറ്റ്, ഞാനൊരു 70 നിന്നുകൊണ്ടിരുന്ന എൻ്റെ വെയിറ്റ് 85 ആയി. ആൻഡ് ഞാൻ ആ സമയത്ത് സിഗരറ്റ് വലി സ്റ്റാർട്ട് ചെയ്തു. ഒരുപാടൊന്നുമില്ല, ഡെയിലി ഒരു 2 സിഗരറ്റ് 3 സിഗരറ്റൊക്കെ വലിക്കും. എക്സസൈസും ഇല്ല, സിഗരറ്റ് വലി പ്ലസ് ഒബീസിറ്റി. അപ്പോൾ ഇതാണ് എൻ്റെ അന്ന് ഞാൻ കുത്തിയിരുന്നിട്ട് എണീറ്റപ്പം വീണതിൻ്റെ റീസൺ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ പഴയ പരിപാടികളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങി. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. എക്സസൈസ് ചെയ്ത് നമ്മൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട്, എൻ്റെ കൊളക്കട സ്കൂൾ ഗ്രൗണ്ടിൽ പോയിട്ട് 10 റൗണ്ട് ഓടാൻ പറഞ്ഞാൽ ഓടും, പ്രശ്നമില്ല. വെയിറ്റ് എങ്ങനെ തിരിച്ചും മറിച്ചും വേണമെങ്കിലും എടുത്ത് എറിയുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബിക്കോസ് ജോയിൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. കോളേജിൻ്റെ വെയിറ്റ് ലിഫ്റ്റിങ്ങിനുണ്ടായിരുന്നു. ഞാൻ പത്തനാപുരത്തുള്ള 1-2 വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പുകൾക്കൊക്കെ പോയിട്ടുണ്ട്, ഷോയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് നമുക്കറിയത്തില്ല ഇതിൻ്റെ ഡയറ്റ്, അതായത് ഈ ഷോയ്ക്ക് ഇറങ്ങുന്ന സമയത്തെങ്കിലും ഇത് ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് വാട്ടറൊക്കെ ഔട്ടാക്കിയിട്ട് ഇറങ്ങേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു അന്ന്. അതുകൊണ്ട് എണ്ണയൊക്കെ ഇട്ട് സ്റ്റേജ് ചെയ്യുന്നപ്പോൾ വയറൊക്കെ ഇരുന്ന് ആളുകൾ ചിരിച്ചു. അറിയത്തില്ലായിരുന്നു, അത് അറിയാത്തൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ആ അറിവില്ലായ്മ കുറേ നാൾ, ഞാൻ പണ്ട് ജിമ്മിൻ്റെ മാഷായിരുന്നു, എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു വിചാരമായിട്ടൊക്കെ നടന്നതാണ്. അതിനിടയ്ക്ക് ട്രൈ ചെയ്യാത്ത ഡയറ്റുകളില്ല. അതായത് ഈ മെഡിറ്റേഷൻ, അതായത് ഈ YSSലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയ സമയത്ത് ഞാനൊരു പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു കുറേ നാളത്തേക്ക്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പരിപാടി നടക്കത്തില്ല, ഞങ്ങളുടെ മീനില്ലാതെ ഞങ്ങളുടെ മമ്മിക്ക് ഒരു പരിപാടിയും നടക്കത്തില്ല. അപ്പോൾ പിന്നെ വെജിറ്റേറിയനിസം കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. കീറ്റോ, ഒമാഡ്, അതായത് 1 meal a day, പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, വിച്ച് ഞാൻ എപ്പോഴും ചില സമയത്ത് ചെയ്യാറുണ്ട്. ബിക്കോസ് ഒന്നെങ്കിൽ എക്സസൈസ് ചെയ്ത് നിങ്ങൾക്ക് കലോറി ഡെഫിസിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതിന് നല്ലൊരു ടൂളാണ്. അങ്ങനെ എന്തിനേറെ പറയണം, ഞാൻ ഈ ബോധം കെട്ട സമയത്ത് 85 കിലോ ഉണ്ടായിരുന്ന ഞാൻ ഏതാണ്ട് 1 വർഷം കൊണ്ട് 62 കിലോ ആയി. 62 കിലോ ആയതിനകത്ത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് പ്രശ്നം വന്നു. അപ്പോൾ അത് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് എൻ്റെ ഏജിന് ഞാൻ കൺസിഡർ ചെയ്തില്ല. അതായത് 38 എന്നുള്ളൊരു ഏജ് ഞാൻ വിചാരിച്ചു പണ്ടത്തേൻ്റെ കൂട്ട് തന്നെ ആയിരിക്കും ഇപ്പോഴും ബോഡി ഫങ്ഷൻ ചെയ്യുമെന്ന് വെച്ചിട്ട്. ഞാൻ പണ്ട് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുമായിരുന്നു. ഷോൺ ടി ഇൻസാനിറ്റി എന്ന് പറഞ്ഞ ഒരു വളരെ ടഫായിട്ടുള്ളൊരു ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ DVD ഞാൻ പണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോഴേ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കും, എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. ഈ സാധനമൊക്കെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു, സ്കോട്ടൊക്കെ അടിച്ചു, ട്രെഡ്മില്ലിലൊക്കെ കുറേ ഓടി. എനിക്ക്
എനിക്ക് 2 മുട്ടും അനക്കാൻ വയ്യ, നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. പിന്നെ അതോടുകൂടി ജിമ്മിലോട്ട് പോകാനുള്ളൊരു താല്പര്യം പോയി. ബിക്കോസ് ഞാൻ വല്ലാത്തൊരു തിരിച്ചറിവായിരുന്നു ഇത്രയും നാളും ജിമ്മെന്ന് പറഞ്ഞ് നടന്ന ഒരാൾക്ക് ഇനി ജിമ്മിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു, അതായത് ഏജ് കൂടുന്നതനുസരിച്ച് ബോഡിയുടെ റിക്കവറി കുറയും എന്നുള്ള കാര്യം ഞാനത് വളരെ ഹാർഡ് വേയിൽ അറിഞ്ഞത്. അപ്പോൾ ജിമ്മ് ചെയ്തില്ല, അതൊന്ന് സൈക്ലിങ് സ്റ്റാർട്ട് ചെയ്തു. സൈക്ലിങ്, നടത്തം, എന്നിട്ട് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്, അതായത് സിവിയർ കാലറി ഡെഫിസിറ്റ് പക്ഷേ റെസിസ്റ്റൻസ് ട്രെയിനിങ് ഇല്ല. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തടി പെട്ടെന്ന് കുറഞ്ഞു, 85 എന്നുള്ളത് 62 പക്ഷേ അതിനകത്ത് ലീൻ മസിൽ മാസ് കുറവാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ശരിയാകത്തില്ലല്ലോ, ബിക്കോസ് ആൾക്കാരെല്ലാം ചോദിക്കും എന്തുകൂടെ ഷുഗറാണോ. അപ്പോൾ എൻ്റെ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നുള്ളത് 90, 85 ആ ലെവലിലായി. പിന്നെ കൊളസ്ട്രോൾ കുറഞ്ഞു. അങ്ങനെ ഈ ലീൻ മസിൽ മാസ് ഇല്ലാത്തൊരു പ്രശ്നം എനിക്ക് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഉണങ്ങി തൊലിഞ്ഞിരിക്കുന്ന അവസ്ഥ, ആരോഗ്യം കുറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം റെസിസ്റ്റൻസ് ട്രെയിനിങ് കൂടെ പറ്റത്തുള്ളൂ. പക്ഷേ ഇറ്റ് ഷുഡ് ബി എ ന്യൂ അപ്രോച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായി എന്നുള്ളത് അംഗീകരിക്കുക. ബിക്കോസ് നമ്മുടെ ഈ കർവ് ഇങ്ങനെ മേളിൽ വന്നിട്ട് പിന്നൊരു ഡിക്ലൈനിങ് സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കണം. ആ ഡിക്ലൈനിങ് നമുക്ക് അതിൻ്റെ ആ സ്ലൈഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു റെസിസ്റ്റൻസ് ട്രെയിനിങ്, ക്ലീൻ ഈറ്റിംഗ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം വേറെ ഇടുന്ന വീഡിയോസിനകത്തൊക്കെ ഞാനിതിന് ചെയ്ത എക്സസൈസുകൾ എന്താണ്, യൂസ് ചെയ്ത ഡയറ്റ് എന്താണ്, ഇഞ്ചുറിയുടെ സാധ്യതകൾ, ഞാനിതിൽ എനിക്കറിയാം സയൻറ്റിഫിക്കലി പോയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് അതിൻ്റെ ടോപ്പിലെത്താൻ പറ്റൂ എന്നുള്ളത് ഞാൻ വളരെ ചെറുപ്പത്തിൽ, കാരണം എൻ്റെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, യുറേക്ക എന്ന് പറഞ്ഞ ശാസ്ത്രപരിഷത്തിൻ്റെ ഒരു ബുക്കുണ്ടായിരുന്നു. അത് എൻ്റെ വീടിനടുത്ത് ഈ അടുത്ത കഴിഞ്ഞ മാസം മരിച്ച ഒരു സാറ് ഗോപാലുള്ള എന്ന് പറഞ്ഞത്, പുള്ളി ഞങ്ങളുടെ വീട്ടിലെന്തോ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൊണ്ടു തന്നു. അതുകൊണ്ട് അതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ബാലരമയ്ക്കകത്തുള്ള മറ്റേ മായാവിയുടെ ആ സാധനമൊക്കെ നമ്മൾ വായിക്കും, ഫിക്ഷൻ വായിക്കും. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഈ ഓരോ സ്ഥലത്തെ ഓരോ കാര്യങ്ങൾ, അതുപോലെ റീഡേഴ്സ് ഡൈജസ്റ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് ചെറുപ്പത്തിൽ. അങ്ങനെ എൻ്റെ ആ ഒരു ശാസ്ത്രത്തിനോടുള്ള അഭിനിവേശം ശരിക്കും ചെന്ന് എത്തി നിന്നത് റിച്ചാർഡ് ഡോക്കിൻസ്. നിങ്ങൾക്ക് സ്വതന്ത്ര ചിന്താ ലോകത്തുള്ള പലർക്കും അറിയാവുന്നൊരു വ്യക്തിയായിരിക്കും. റിച്ചാർഡ് ഡോക്കിൻസിനെ നേരിട്ട് പോയി പുള്ളിയുടെ ഒരു വലിയൊരു ടോക്ക്, അന്ന് ട്രംപ് എലക്ഷൻ ജയിച്ച ദിവസം പെൻസിൽവാനിയയിലെ പെൻ മ്യൂസിയത്തിൽ പുള്ളിയുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അന്ന് ഞാനന്ന് കുറേ ബുക്കൊക്കെ വാങ്ങിച്ച് പുള്ളിയുടെ കയ്യിൽ നിന്നെല്ലാം ഒപ്പൊക്കെ ഇട്ട് മേടിച്ചൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ. ഇറ്റ്സ് പ്രോബ്ലി ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു സംഭവങ്ങളിലൊന്നായിട്ട് ഓർക്കുന്ന ഒരു സംഭവമാണ് റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ആ മീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത്. നിങ്ങൾക്ക് ലൈഫിൽ മൈൻഡ് ആൻഡ് ബോഡി, പിന്നെ പൈസയുടെ കാര്യം എനിക്കറിയത്തില്ല, ഈ 2 സാധനം റെഡി ആയി കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ വരേണ്ട ഒരു സംഭവമാണ്. എൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നറിയാനായിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് എക്സസൈസ് വീട്ടിലാണ് ചെയ്തത്. അതിൻ്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പം ഉടനെ ചെയ്യുമെന്നൊന്നും പ്രതീക്ഷിച്ചായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് വാട്ടറൊക്കെ ഔട്ടാക്കി ഒന്ന് ഇച്ചിരിയും കൂടെ ഫാറ്റ് പെർസെൻറ്റേജ് ഒക്കെ കുറച്ചേനെ. 6 പാക്ക് ഒന്നും ഇല്ല കാണാനായിട്ട്. പക്ഷേ എന്നാലും ഞാൻ ആ പറഞ്ഞ അന്ന് എനിക്ക് ഒരു ബോട്ടിൽ തുറക്കാൻ പറ്റാതിരുന്ന എനിക്കിന്ന് വേണമെങ്കിൽ 2 വിരലുകൊണ്ട് ഈ ബാറിൽ തൂങ്ങിക്കിടക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉടനെ വരുന്ന വീഡിയോസിൽ ചെയ്യാം. താങ്ക്സ് ഫോർ ലിസണിങ്. ബൈ.